പുരി ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറി. തെരഞ്ഞെടുപ്പ് നേരിടാൻ വേണ്ട ഫണ്ട് തരുന്നില്ലെന്നും വിജയസാധ്യതയുള്ള പല ആളുകൾക്കും പാർട്ടി ടിക്കറ്റ് നൽകിയില്ലെന്നും വിമർശനം. വിവരങ്ങളുമായി വിഷ്ണു ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. വിഷ്ണു, സൂററ്റിലെ അനുഭവം നമ്മൾ കണ്ടതാണ്. അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ഇപ്പോൾ ഇതാ പുരി ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി സ്വമേധയാ പിന്മാറിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പിന്മാറിയിരിക്കുന്നത്. മറ്റേതെങ്കിലും ഇടപെടലുകൾ ഇതിന്റെ പുറകിലുണ്ടോ? മനു, നിലവിൽ ഈ ഒഡീഷയിലെ പുരി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി സുചരിത ആണ് പിന്മാറുന്നു എന്ന വാർത്ത ഏജൻസിയോട് അറിയിച്ചിരിക്കുന്നത്. ഇത്തവണ മത്സരിക്കാനില്ല എന്നവർ പറയുമ്പോൾ നേതൃത്വത്തിനെതിരെ ഒരു വെല്ലുവിളി ഉയർത്തുകയല്ല ചെയ്യുന്നത്. പകരം അവർ പറയുന്നത് ഒരു നിസ്സഹായ അവസ്ഥയാണ് പങ്കുവെക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് നേരിടാൻ വേണ്ട ഫണ്ട് ഇല്ല എന്നതാണ്. അതിനുവേണ്ടിയുള്ള പണമില്ല, അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം ആവശ്യമായിട്ടുള്ള ഒരു ഫണ്ട് നൽകുന്നില്ല എന്നൊരു വിമർശനമാണ് ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പരാതി കൂടി ഇപ്പോൾ സുചരിത ഉന്നയിക്കുന്നുണ്ട്. അതായത് ഒഡീഷയിൽ ഇത്തവണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട്. ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ പാർട്ടി നേതൃത്വത്തിന് പിഴവ് സംഭവിച്ചു എന്നതാണ്. അതായത് വിജയസാധ്യതയുള്ള പലർക്കും ടിക്കറ്റ് നൽകാൻ, അത് സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സാഹചര്യത്തിൽ താൻ മത്സരിക്കാനില്ല എന്നതാണ് സുചരിത ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ സ്ഥാനാർത്ഥി പിന്മാറുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് കോൺഗ്രസിന് വലിയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കുക. അത് നമ്മൾ പല സംസ്ഥാനങ്ങളിലും ഇതിനോടൊക്കെ തന്നെ കണ്ടതാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ പിന്മാറുകയും അതാണ് ഇതിലൊരു ആശങ്ക ഉണ്ടാക്കുന്നത് വിഷ്ണു. കാരണം സൂറത്തിൽ അവിടുത്തെ സ്ഥാനാർത്ഥി പിന്നീട് നമ്മളറിയാലോ, അവിടുത്തെ വിഷയം അറിയാം. അവിടെ ഈ ഒപ്പിട്ടതിൻ്റെ ഒക്കെ പ്രശ്നം വന്ന് പത്രികയിലെ ഒപ്പിൻ്റെ കാര്യത്തിലൊക്കെ പ്രശ്നം വരുന്നു, അത് തള്ളിപ്പോകുന്നു, BJP-യിലേക്ക് പോകുന്നു. ഇൻഡോറിൽ ഇതേ വിഷയം വീണ്ടും വരുന്നു, അവിടുത്തെ സ്ഥാനാർത്ഥി BJP-യിലേക്ക് പോകുന്നു. ഇപ്പോൾ പുരിയിലും സമാനമായ സാഹചര്യത്തിനുള്ള സാധ്യതയാണോ കാണുന്നത്? മനു, തീർച്ചയായിട്ടും അത്തരം സാധ്യതകൾ തന്നെയാണ് നമുക്ക് കാണുന്നത്. കാരണം ഒഡീഷ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് 4ാം ഘട്ടത്തിലും 5ാം ഘട്ടത്തിലുമായിട്ടാണ്. ഒഡീഷയിൽ 4 ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്തായാലും നമ്മൾ സൂരത്തിൽ കോൺഗ്രസിന്റെ ചില പിഴവുകൾ കൊണ്ട് തന്നെയാണ് BJP-ക്ക് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഒരു ജയം സാധ്യമാകുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അതുപോലെ തന്നെയുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഒഡീഷയിലും വന്നു ചേർന്നിരിക്കുന്നത്. എന്തായാലും ഇത്തരമൊരു പിന്മാറ്റം ഉണ്ടാകുമ്പോൾ അതിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആ സ്ഥാനാർത്ഥി സുചരിത ഉന്നയിച്ചിരിക്കുന്നത്. ഒന്ന്, നേതൃത്വം വേണ്ട രീതിയിൽ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ട രീതിയിലുള്ള പണം നൽകുന്നില്ല എന്നതാണ് ഒരു ആരോപണം. അതോടൊപ്പം തന്നെ മറ്റ് 7 മണ്ഡലങ്ങളിൽ, നിയമസഭാ മണ്ഡലങ്ങളിലും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് നിഷേധിച്ചിട്ടുണ്ട്. ഈ 2 സാഹചര്യങ്ങൾ മുന്നിലുള്ളപ്പോൾ തനിക്ക് മത്സരിക്കാൻ കഴിയുകയില്ല എന്നതാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും സൂരത്തിലേക്ക് പോലെയുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ ഇത് വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കും. മനു, തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുകയാണ്. പുരി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പിന്മാറിയിരിക്കുന്നത്, കോൺഗ്രസ് സ്ഥാനാർത്ഥി പിന്മാറിയിരിക്കുന്നത്. വേണ്ട ഫണ്ട് ലഭിക്കുന്നില്ല, ഈ കൃത്യമായി വ്യക്തതയുള്ള നല്ല പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് പാർട്ടി ടിക്കറ്റ് നൽകുന്നില്ല എന്ന ഗുരുതരമായ ആക്ഷേപങ്ങൾ ഇവിടെ മുൻനിർത്തി, അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ ഉയർത്തിക്കൊണ്ടാണ് ഈ സ്ഥാനാർത്ഥി പിന്മാറിയിരിക്കുന്നതെന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ നമുക്കറിയാം സൂറത്തിൽ കോൺഗ്രസിന് സംഭവിച്ച എന്താണെന്നറിയാം. അവിടെ അവരുടെ പത്രിക തള്ളിപ്പോകുന്നു, അവിടെ BJP-ക്ക് എതിരില്ലാതെ ജയം വരുന്ന സാഹചര്യം. പിന്നീട് ആ സ്ഥാനാർത്ഥി തന്നെ BJP-യിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്ന പശ്ചാത്തലം. ഇൻഡോറിൽ ഇതേ സ്ഥിതി വീണ്ടും സംഭവിക്കുന്നു. പക്ഷേ അവിടെ എതിരില്ലാതെ ജയം BJP-ക്ക് സംഭവിച്ചില്ല എന്നതാണ് ഏക ആശ്വാസം. എങ്കിൽ പോലും അവിടുത്തെ സ്ഥാനാർത്ഥിയും നേരെ അടപടലെ BJP-യിലേക്ക് പോകുന്നത് കണ്ടതാണ്. ഇപ്പോൾ ഇതാ പുരി ലോക്സഭാ മണ്ഡലത്തിൽ വളരെ പ്രധാനപ്പെട്ട സംഭവം നടന്നിരിക്കുന്നു. അവിടുത്തെ സ്ഥാനാർത്ഥി പിന്മാറിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ നിന്ന്. കോൺഗ്രസ് നേതൃത്വത്തെ ആകപ്പാടെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് സ്ഥാനാർത്ഥി പിന്മാറിയിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം ഇത്ര ഒരു നിർണായക തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തു ചെയ്യുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം അവരുടെ മുൻപിലേക്ക് വരികയാണ്. നമുക്ക് ആ സ്ഥാനാർത്ഥിയുടെ വാക്കുകൾ കൂടി ഈ വിഷയത്തിൽ ഒന്ന് കേൾക്കേണ്ടതുണ്ട്. വളരെ വേഗം അത് കേൾക്കാം. No, I haven't denied. Party had given me the ticket, but I returned the ticket because party was not able to fund me.